എന്താണ് ഒരു ബിസിനസ്സിലെ റിയൽ സക്സസ്? ഒരു റിയൽ സക്സസ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യുവർ അവതാർ. നിങ്ങൾ ആരെയാണോ സെർവ് ചെയ്യുന്നത് അവരെക്കുറിച്ച് എത്രത്തോളം ആഴത്തിൽ നിങ്ങൾക്കറിയാവോ അത്രയും സക്സസ് ആകും നിങ്ങളുടെ ബിസിനസ്. നിങ്ങൾ ആരെയാണോ സെർവ് ചെയ്യുന്നത്, ആരെയൊക്കെയാണോ നിങ്ങൾ സെല്ല് ചെയ്യുന്നത്, അവനെക്കുറിച്ച് എത്ര ആഴത്തിൽ നിങ്ങൾക്കറിയാവോ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ റോയ് ചേട്ടനും ഇവരെല്ലാവരും നിങ്ങളെപ്പോലെ ഒരു 1 ഡേ പ്രോഗ്രാമിനോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോഴ്സിലോ വന്നവരാണ് ഇവർ. 1000, 2000 അല്ലെ 10,000, 5000 ഒക്കെ ഇട്ട് വന്നവരാണ് ഇവർ. ആദ്യം ഞാൻ എന്ത് ചെയ്തു, അവരെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചപ്പോൾ അവർക്ക് ഇവർ ഇന്ന ഹെല്ലിലാണെന്നും ഇതാണ് അവരുടെ സ്വർഗമെന്നും മനസ്സിലായി. ഞാൻ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി, ഒരു പാലം ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് കിങ്സ് ക്ലബ്ബ്. എങ്ങനെയാണ് കിങ്സ് ക്ലബ്ബ് ഉണ്ടായത്? എങ്ങനെയാണ് ഞാൻ സെൽഫ് മെയ്ഡ് മില്ലിയണെയറായ? എങ്ങനെയാണ് എൻ്റെ കടങ്ങളൊക്കെ തീർന്നത്? എങ്ങനെയാണ് ഞാൻ സക്സസ് ആയത്? വെൻ ഐ ലേൺ ഡീപ്പ് എബൌട്ട് മൈ കസ്റ്റമർ. അവരെനിക്ക് പറഞ്ഞു തന്നു എന്താണ് അവർക്ക് വേണ്ടതെന്ന്. ഞാൻ എന്തേ ചെയ്തോളൂ, എൻ്റെ അടുത്ത് ചെറിയ പൈസയ്ക്ക് വന്നവരെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചപ്പോൾ ഇവർ 2 ലക്ഷത്തിന് വന്നു കിങ്സ് ക്ലബ്ബിൽ. ആ കിങ്സ് ക്ലബ്ബിൽ വന്നവരെക്കുറിച്ച് ഞാൻ വീണ്ടും പഠിച്ചു. അപ്പം നോക്കിയപ്പം അതിൻ്റെ അകത്ത് കുറച്ച് പേർക്ക് പ്രത്യേകതരം ചില പ്രശ്നങ്ങളുണ്ട്. അതിനുവേണ്ടി ഞാൻ പുതിയൊരു പാലം പണിഞ്ഞു. അതിൻ്റെ പേരാണ് TTP. വേറൊരു പാലം പണിഞ്ഞു ഫ്രാഞ്ചൈസി പാർട്ട്നേഴ്സ്. വേറൊരു പാലം പണിഞ്ഞു സെലിബ്രിറ്റി കൺസൾട്ടൻസ്. ഓരോ പ്രോഗ്രാമിൻ്റെ പേരാ ഇതൊക്കെ എനിക്ക് എങ്ങനെ കിട്ടിയേ? റോയിയെയും ദീപുവിനെയും രാജനെയും ശ്രീലിനെയും സുജിത്തിനെയും കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്കെന്താ വേണ്ടതെന്ന്. നിങ്ങൾക്കെന്താ ഇത് മനസ്സിലാവാത്തേ? നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറെ കുറിച്ച് പഠിക്കുന്നില്ല. ഞാൻ ഒരു ദിവസം എഴുന്നേറ്റ് ആദ്യം നോക്കുന്നത് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ, എൻ്റെ ഫേസ്ബുക്ക് പേജ്. I never use social media for pleasure. I use social media for profit. പ്ലഷറിന് വേണ്ടിയല്ല ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്, ഞാൻ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. കാരണം ഐ നോ മൈ കസ്റ്റമേഴ്സ്. അവരേത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ടോ അവിടെയൊക്കെ ഞാനുണ്ട്. അവിടെ ഞാനുണ്ടെന്ന് ഉറപ്പുവരുത്തും. രാവിലെ 6 മണിക്ക് ഒരു വീഡിയോ പബ്ലിഷ് ആവും, വൈകിട്ട് 6 മണിക്ക് ഒരു വീഡിയോ പബ്ലിഷ് ആവും. 80% ഇന്ത്യൻ മാർക്കറ്റിലെ എൻ്റെ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ യൂട്യൂബ് വീഡിയോ കാണുന്നത് രാവിലെ 6-നും വൈകിട്ട് 6-നും ഇടയ്ക്കാണ് എന്ന് എനിക്കറിയാം. നിങ്ങൾക്കറിയത്തില്ല. നിങ്ങൾ ആ സമയത്താണ് കാണുന്നതെന്ന് നിങ്ങൾക്കറിയത്തില്ല, പക്ഷെ എനിക്കറിയാം. I know deep about you, in depth about you. സോ അങ്ങനെയാണ് നല്ല ഓഫേഴ്സ് ഉണ്ടാകുന്നത്. എങ്ങനെ? ബൈ നോയിങ് യുവർ കസ്റ്റമേഴ്സ് നീഡ്. അതിൽ നിന്നാണ് ഓഫർ കൊണ്ടുവരേണ്ടത്. അല്ലാതെ അപ്പുറത്തെ കടക്കാരൻ 5% കടകാലിയാക്കൽ കച്ചവടം തുടങ്ങിയെന്നും പറഞ്ഞ് നമ്മൾ നാളെ ബാനർ വലിച്ച് കെട്ടുക അല്ല വേണ്ടത്. അതാണ് പോവർട്ടി പ്രൈസിങ് സ്ട്രാറ്റജി. ഏത്? അപ്പുറത്തവൻ ചെയ്യുന്നതുകൊണ്ട് ഞാനും ചെയ്യുന്നു. കിങ്സ് ക്ലബ്ബിലായിക്കോട്ടെ, ഇന്നായിക്കോട്ടെ, ഇന്ന് ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ തലയിൽ ചില കൺഫ്യൂഷൻ തോന്നിയപ്പോൾ അടുത്ത മൊമെന്റിൽ ഞാൻ അതിൻ്റെ മറുപടി പറഞ്ഞു. ശരിയാണോ? ഹൗ ഐ നോ യു ബെറ്റർ ദാൻ യു. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ തലയിൽ എന്ത് ചിന്ത പോകും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്താ? യു ആർ മൈ അവതാർ. സോ ദ ബെസ്റ്റ് വേ ടു treat your client is know their problem better than them. അവനേക്കാൾ നന്നായി അവൻ്റെ പ്രോബ്ലത്തെ പഠിക്കുക എന്നുള്ളിടത്താണ് ഒരു ബിസിനസ്സുകാരൻ്റെ കഴിവിരിക്കുന്നത്. എല്ലാവരുടെയും കാര്യമല്ല. ആ 16% പ്രീമിയത്തിൻ്റെയും 4% അൾട്രാ പ്രീമിയത്തിൻ്റെയും